നമസ്കാരം. കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. മനുഷ്യാലയ ചന്ദ്രികയിലെ പ്രാച്യാം കേതുർ വിധേയ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ കിഴക്കും തെക്കും വടക്കും വയ്ക്കുന്ന വീടുകൾക്ക് ഏതൊക്കെ യോനികളിലുള്ള ചുറ്റളവുകൾ സ്വീകരിക്കാം എന്ന് പറയുന്ന ഭാഗങ്ങൾ മുൻ വീഡിയോകളിൽ നാം നോക്കിക്കണ്ടു. കിഴക്കിന് ധ്വജയോനിയും തെക്കിന് സിംഹയോനിയും വടക്കിന് ഗജയോനിയും പ്രധാനമായി പറഞ്ഞിരിക്കുന്നതായി നമ്മളവിടെ മനസ്സിലാക്കി. എന്നിരുന്നാലും തെക്കുദിക്കിൽ വടക്കോട്ട് ദർശനമായി വയ്ക്കുന്ന വീടുകൾക്ക് സിംഹയോനിയെ കൂടാതെ ധ്വജയോനിയും വേണമെങ്കിൽ എടുക്കാമെന്നും വടക്കുദിക്കിൽ തെക്കോട്ട് ദർശനമായി വയ്ക്കുന്ന വീടുകൾക്ക് ഗജയോനിക്ക് പുറമെ ധ്വജയോനിയോ സിംഹയോനിയോ ആകാമെന്നും അവിടെ ചേർത്തു പറഞ്ഞിരുന്നു. പ്രധാനമായി പറയുന്ന യോനി പറ്റാതെ വന്നാൽ പകരമെടുക്കാവുന്ന ചുറ്റളവ് എന്ന രീതിയിലാണ് അത് പറയുന്നത്. ഇതുവരെ വിവരിച്ചത് ഇത്രയുമാണ്. ഇനി പടിഞ്ഞാറ് വയ്ക്കാവുന്ന വീടുകളെക്കുറിച്ചുകൂടി ഈ ശ്ലോകത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. ശ്ലോകം പൂർണ്ണമായി ഒന്ന് വായിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കാം. 3-ാം അധ്യായത്തിലെ 26-ാം ശ്ലോകം. പ്രാച്യാം കേതുർവിധേയ സദുഭവനവിധാനേഷു സർവത്ര ശസ്തശാലായാം ദക്ഷിണായാം മൃഗപതിരുദിത കേതുയോനിശ്ചയോഗ്യ മാതംഗകേതു സിംഹാവപി ച ധനപദൗ പശ്ചിമേ സ്യാദൃശോന്യേ കേതുസിംഹോ ഗജശ്ചാപി ച നിജ നിജ കോണാലയേഷ്വേവമേവ. ഇവിടെ പടിഞ്ഞാറു ദിക്കിനെക്കുറിച്ച് പറയുന്നത് ശ്ലോകത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് പശ്ചിമേസ്യ ദൃശോന്യേ എന്ന ഭാഗം മുതലാണ് ഇനി നോക്കേണ്ടത്. പശ്ചിമേ വൃഷഃ സ്യാൽ, പടിഞ്ഞാറ് വൃഷഭം ആകുന്നു. അതുകൊണ്ട് പടിഞ്ഞാറു ദിക്കിൽ വയ്ക്കുന്ന വീടുകൾക്ക് വൃഷഭയോനിയിലുള്ള ചുറ്റളവാണ് പ്രധാനം എന്ന് മനസ്സിലാക്കണം. എന്നാൽ അന്യേ കേതുസിംഹവും ഗജഹ അപി ച എന്നുകൂടി അതിൻ്റെ തുടർച്ചയായി പറയുന്നു. അതായത് വൃഷഭയോനി കൂടാതെ ധ്വജയോനിയും സിംഹയോനിയും ഗജയോനിയും അവിടെ ഉപയോഗിക്കാം എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിൻ്റെ പടിഞ്ഞാറ് വയ്ക്കുന്ന വീടുകൾക്ക് വൃഷഭയോനിയാണ് ഏറ്റവും അനുയോജ്യം. അതിന് കഴിയാതെ വന്നാൽ ധ്വജയോനിയും സിംഹയോനിയും ഗജയോനിയും വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. പടിഞ്ഞാറ് വയ്ക്കുന്ന വീടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദർശനം കിഴക്കോട്ടായിരിക്കും. അപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾക്കാണ് വൃഷഭയോനി പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. അവിടെ വേണമെങ്കിൽ ധ്വജയോനിയോ സിംഹയോനിയോ ഗജയോനിയോ ഉപയോഗിക്കുന്നതിലും വിരോധമില്ല. അങ്ങനെ നോക്കുമ്പോൾ മഹാദിക്കുകൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ യോനികളും തന്നെ കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇക്കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇനി നാലുകെട്ട് പോലെയുള്ള ഗൃഹങ്ങൾക്ക് കോണാലയങ്ങളുണ്ടല്ലോ, അതിൻ്റെ യോനികളെക്കുറിച്ച് നിജ നിജ കോണാലയേഷു ഏവം ഏവ എന്നുകൂടി പറഞ്ഞാണ് ശ്ലോകം അവസാനിക്കുന്നത്. പ്രധാന ഗൃഹങ്ങളുടെ കോണുകളിൽ വരുന്ന ഈ ആലയങ്ങൾക്ക് അതാതിന് പറഞ്ഞിട്ടുള്ള ദിഗ്യോനികൾ തന്നെ ഉപയോഗിക്കാം എന്നു സാരം. ഇതോടെ ഈ ശ്ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്